തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ അവസാന ചിത്രമായ ജനനായകൻ കഴിഞ്ഞ 7 മാസമായി ഗുരുതരമായ റിലീസ് പ്രശ്നങ്ങൾ നേരിടുകയാണ്. പൊങ്കൽ റിലീസായി തിയേറ്ററുകളിൽ എത്തിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും ചിത്രത്തിന് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചില്ല. തുടർന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുകയും വിജയ് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തിട്ടും ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയായിരുന്നു. റിലീസ് നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ വിതരണക്കാർക്ക് അവർ നൽകിയ തുക തിരികെ നൽകാൻ വിജയ് സിനിമാ നിർമ്മാണ സംഘത്തോട് ആവശ്യപ്പെട്ടതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ഫണ്ട് കണ്ടെത്താൻ ശ്രമിക്കുകയും ജൂൺ 22-നകം എല്ലാവർക്കും പണം തിരികെ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനിടയിൽ ജൂൺ 19 ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചേക്കുമെന്ന ശുഭസൂചനയും അണിയറ പ്രവർത്തകർക്ക് ലഭിച്ചു. KVN പ്രൊഡക്ഷൻസ് ഈ വിവരങ്ങൾ വിജയെയും വിതരണക്കാരെയും ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. ജൂൺ 19 സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ ജൂൺ 26 ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് നിർമ്മാതാക്കളുടെ പ്ലാൻ. അങ്ങനെ സംഭവിച്ചാൽ വിതരണക്കാർക്ക് പണം തിരികെ നൽകേണ്ടിവരില്ല. എന്നാൽ നിശ്ചിത തീയതിക്കുള്ളിൽ സെൻസർ അനുമതി ലഭിച്ചില്ലെങ്കിൽ ജൂൺ 22 തന്നെ തുകകൾ തിരികെ നൽകും. ഇതിനായി വിജയ് തന്റെ മുഴുവൻ പ്രതിഫലവും തിരികെ നൽകാൻ തയ്യാറാണെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജയുടെ ഈ അവസാന ചിത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള റിലീസ് ആശയക്കുഴപ്പങ്ങൾ ദിവസവും വർദ്ധിച്ചുവരികയാണ്. മറ്റൊരു ചിത്രമായ ടോക്സിക് എന്ന സിനിമയുടെ റിലീസ് കൂടി മാറ്റിവച്ചതോടെ KVN പ്രൊഡക്ഷൻസ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വിജയ് അഭിനയ ജീവിതത്തോട് വിട പറയുന്ന ഈ അവസാന ചിത്രത്തിൽ മമിത ബൈജു, പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, പ്രകാശ് രാജ് എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ അണിനിരക്കുന്നുണ്ട്.